Hi friends, welcome back to my channel AnYtHiNg. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തമിഴിൽ കണ്ടു കാണുമല്ലോ ഒരു പേപ്പർ ബുക്ക് അല്ലെങ്കിൽ ബുക്ക് പേപ്പർ ഫ്ലവർ വേസ് അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 5-6 ദിവസമായിട്ട് ഇപ്പോൾ ക്രാഫ്റ്റ് തന്നെയാണ് ഇടുന്നത്. ആരും വലുതായിട്ട് കാണുന്നൊന്നുമില്ല, കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കാം, ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കാം, അറിയാവുന്നതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ കൂടുതലും ഇതൊരു റെഫർ ചെയ്താലേ എല്ലാവർക്കും ഒരു കാര്യം പഠിക്കാൻ പറ്റത്തുള്ളൂ, എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇത് റെഫർ ചെയ്യുന്ന ഒരു ബീൻ ആർട്ടിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ചാനലാണ്. നിങ്ങൾ വേണമെങ്കിൽ ആ ചാനലിൽ കയറി ചെയ്ത് നോക്കുക, അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആ ചാനലിൽ തന്നെ റെഫർ ചെയ്ത് ഇത് ഉണ്ടാക്കുന്നു ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആ ചാനലിൽ ശ്രദ്ധിക്കപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കൂടെ അറിയട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഓരോ ക്രാഫ്റ്റ്സും ചെയ്യുന്നത്. അതിലിപ്പം ഞാൻ ചെയ്ത ഫോൺ സ്റ്റാൻഡ് വലുതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാത്തായിരിക്കും, പക്ഷേ ബാസ്ക്കറ്റ് മിക്കവർക്കും അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിലൊക്കെ വരെ അത് കണ്ടിട്ടുണ്ട്, എൻ്റെ സ്കൂളിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മറന്നിരുന്ന് കാണും, അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും അതൊക്കെ വിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലും ഫോണൊക്കെ ഉപയോഗിച്ച് വെറുതെ സമയം പാഴാക്കണ്ടെന്നൊക്കെ കരുതി ഇതൊക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞാണ് ചാനലിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതാരും വലുതായിട്ട് കാണുന്നില്ല. എന്തായാലും ഞാൻ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു പേപ്പർ ബുക്ക് അല്ലെങ്കിൽ ബുക്ക് പേപ്പർ ഫ്ലവർ വേസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിൽ നിന്നോ മാഗസീനിൽ നിന്നോ അല്ലെങ്കിൽ വനിതാ പോലത്തുള്ള മാഗസീൻസിൽ നിന്നൊക്കെ എടുക്കുക. അതാകുമ്പോൾ ഇത്തിരി കൂടെ കളർഫുള്ളായിരിക്കും. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ വെറൈറ്റി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ചാർട്ട് ചെയ്യുന്നതാണ്. അത് ഞാൻ റെഫറൽ ചെയ്തത് ചാർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം അതിനകത്തും കൂടുതലും എനിക്ക് തോനെ നോക്കിയിട്ടും ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക. 19x25 സെൻറ്റിമീറ്ററാണ്. 19 സെൻറ്റിമീറ്റർ വിഡ്ത്തും 25 സെൻറ്റിമീറ്റർ ലെങ്ത്തും നിങ്ങൾ എടുക്കുക. ഓക്കെ, 19x25 സെൻറ്റിമീറ്റർ മറന്നുപോലും 19x25 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം എടുക്കാൻ നല്ല പാടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ കട്ടിങ് മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നൊക്കെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഏകദേശം അത് നല്ലത്. ഓക്കെ, അപ്പം ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം ടൈം ലാപ്സ് ആയിരിക്കും. അപ്പം മാക്സിമം കാണുക. ഓക്കെ, ഇനി ഇതിപ്പോൾ ഞാൻ ടൈം ലാപ്സ് നിർത്തിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി ഒരു പണിയുണ്ട്. നമ്മളിപ്പോൾ ഈ മടക്കിയതിൻ്റെ ശേഷം ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ വിഡ്ത്ത്, ഇതിപ്പോൾ വിഡ്ത്താണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് 19 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു സ്കെയിൽ എടുക്കുക, അത് മണ്ടയിൽ വെച്ചിട്ട് ഒരു 5 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻറ്റും 11 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻറ്റും മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്തോ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അത് 5 സെൻറ്റിമീറ്റർ എടുക്കുക. 5 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ മടക്കുക. ഓക്കെ, ഒന്ന് 90 ഡിഗ്രി വളച്ച് ചരിച്ച് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് 11 സെൻറ്റിമീറ്റർ, ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 5 സെൻറ്റിമീറ്ററിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ എടുക്കുമ്പോഴാണ് 11 സെൻറ്റിമീറ്റർ. അപ്പോൾ 11 സെൻറ്റിമീറ്ററിൽ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ടും ഇനി ഒരു മടക്കുന്ന ടെക്നിക്കുണ്ട്. അത് ഞാൻ ടൈം ലാപ്സാണ് കാണിക്കുന്നത് വെച്ചാൽ അല്ലാതെ കാണിച്ചാൽ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. മനസ്സിലായില്ലെങ്കിൽ പിന്നെയും ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇത്തിരി പാടാണത്, എന്നാലും അത് വീഡിയോ ചെയ്താൽ പണി കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുകയാണ്.
ഇതേപോലത്തെ 2 ഉണ്ടായി കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ടൈം ലാപ്സ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം റീവൈൻഡ് അടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡ്യൂറേഷൻ നല്ല കുറഞ്ഞോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒട്ടിക്കേണ്ട പരിപാടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നൂത്ത് വെക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഫ്ലവർ വേസിൻ്റെ മൂഡ് ഭാഗമുണ്ട്. ഇത് നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ ചേർത്തൊട്ടിച്ചിട്ട് കറക്റ്റാക്കാം. അപ്പോൾ ഇത് മടക്കൊക്കെ കറക്റ്റ് പ്രൊഫഷണൽസിനെ പോലെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചാണ് ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിയിട്ട് 2 നൂത്തിട്ടാണ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ടാണ് പിന്നെ ഒന്നുകൂടെ മടക്കിയാണ് വിടേണ്ടുള്ളൂ. ഒറിജിനൽ അങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മടക്കൊക്കെ ഇനി ഒന്നേന്ന് കറക്റ്റ് ശ്രദ്ധിച്ചും, ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാക്സിമം സ്പീഡിലും ഇതൊക്കെയാണ് കറക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം എൻ്റെ മെഷർമെൻറ്റ് തന്നെ ശരിയായിട്ടില്ല. അപ്പം സ്കെയിലിൻ്റെയൊക്കെ ഓരോ ഇത് കാരണമാണ്. അപ്പം മാക്സിമം നിങ്ങൾ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ലപോലെ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഞാൻ ഒട്ടിക്കുന്നതും കൂടെ ഒന്ന് ക്ലിയറായിട്ട് കാണിച്ചു. കഴിഞ്ഞു. അപ്പം ഇത് പേപ്പർ ഫ്ലവർ വേസ് ആയതുകൊണ്ട് അടിയിൽ ഇങ്ങനത്തെ ഓട്ട എപ്പോഴും ഉണ്ടായിരിക്കും. അത് കോമൺ ആണ്. അപ്പം മാക്സിമം നിങ്ങൾ ഈ അടിയിലത്തെ നിരപ്പൊക്കെ കറക്റ്റാക്കി ഉണ്ടാക്കുക. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് ഇവിടെ ഒരു പൂ വയ്ക്കാനുള്ള, അല്ലെങ്കിൽ മാക്സിമം വിടർത്തിയാൽ എത്ര പൂ വേണമെങ്കിലും ഇടാനുള്ള. അപ്പം പൂവൊക്കെ ഉണ്ടാക്കുന്ന വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വെക്കുന്നത് കുറച്ച് 5-6 പൂവുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അടുത്തടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പൂ വെച്ചിട്ടുള്ള ഈ വേസിൻ്റെ കുറച്ച് ഷോർട്സ് ഞാൻ കാണിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത് ഈ പൂ ഉണ്ടാക്കുന്നത് പിന്നെ വേറൊരു പേപ്പർ ബുക്ക് പൂവുണ്ട്, റോസാപ്പൂവാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നത് ഇനി വരും വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി ഓൾ കൊടുക്കുക. അടുത്തടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കും. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.